സ്വാഗതം. KSFEയുടെ 55-ാം വാർഷികത്തോടനുബന്ധിച്ച് KSFE ചിതറ ബ്രാഞ്ചിൽ കസ്റ്റമേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം AGM ബിജി ബഷീർ നിർവഹിച്ചു. ചിതറ ബ്രാഞ്ച് മാനേജർ ശ്രീലേഖ, അസിസ്റ്റന്റ് മാനേജർ സുമേഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വേണുപിള്ള തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഈ യോഗത്തിന്റെ അധ്യക്ഷ ചിത്ര ബ്രാഞ്ച് മാനേജർ ശ്രീലേഖ, റീജിയണൽ ഓഫീസിലെ മാനേജർ വേണുപിള്ള സാർ, അസിസ്റ്റന്റ് മാനേജർ സുമേഷ്, ബ്രാഞ്ചിലെ സഹപ്രവർത്തകര്, മറ്റ് പ്രിയപ്പെട്ട ഇടപാടുകാർ, എനിക്ക് മുൻപേ ഉള്ളവർ പറഞ്ഞതുപോലെ തന്നെ KSFEയുടെ 55-ാം ജന്മദിനമായ നവംബർ 6 തൊട്ട് ഡിസംബർ 6 വരെ കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലും നമ്മളിപ്പോൾ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിക്കുകയാണ്. ഒട്ടടക്ക റീജിയനിലെ 37 ബ്രാഞ്ചുകളിൽ ഏകദേശം 34 ബ്രാഞ്ചുകളിലെ കസ്റ്റമർ മീറ്റ് കഴിഞ്ഞു. അപ്പം ഇവിടെ ഇത് കൂടിയിരിക്കുന്ന കസ്റ്റമർ മീറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. നമുക്ക് ആവുന്ന കാര്യങ്ങളാണ് ഇവിടെ വെച്ച് മറുപടി പറയാം. ബാക്കി ക്രോഡീകരിച്ച് ഹെഡ് ഓഫീസിൽ എത്തിക്കുക. ഒരു പുതിയ നമ്മുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ നമുക്ക് ചെയ്യേണ്ടത്. കാരണം പലർക്കും പല അഭിപ്രായങ്ങൾ കാണുമല്ലോ, അതെല്ലാം സ്വീകരിക്കുക. അപ്പോൾ ഒരു തുറന്ന സംവാദമായിട്ട് എല്ലാവരും പങ്കെടുക്കണം. ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട ഒരു നോൺ ബാങ്കിങ് ധനകാര്യ സ്ഥാപനമായി വളർന്നിട്ടുണ്ട്. അത് ഇന്ത്യയിലെ നോൺ ബാങ്കിങ് സ്ഥാപനം എന്ന് പറയുമ്പോൾ ഇത് മലയാളികളുടെ സ്വന്തം സ്ഥാപനമാണ് KSFE. കേരളീയന്റെ സ്വന്തം സ്ഥാപനം. കേരളത്തിൽ മാത്രമല്ല ഇത് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ 120 രാജ്യങ്ങളിലെ കേരളീയരെ ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണ് KSFE. ഇത് തുടങ്ങിയപ്പോൾ KSFE തുടങ്ങിയപ്പോൾ 21 വയസ്സാണുള്ളത്. അപ്പൊ അതില് കടയ്ക്കൽ ബ്രാഞ്ചിലെ അന്ന് മാനേജർ ഞാൻ പഠിപ്പിച്ച ഷാജിൻ ഷാൻ, അതുപോലെ മടത്തറ ബ്രാഞ്ച്, കുളത്തൂപ്പുഴ ബ്രാഞ്ച്, ഇവരൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് സാർ ഇങ്ങനെ നമുക്ക് ചിട്ടി ഉണ്ട്, അതിൽ സാറ് ചേരണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ സഹകരണ രംഗത്ത് വളരെയേറെ ശ്രമകരമായ ഒരു സന്ദർഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. നല്ലൊരു കൈയുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചായിരുന്നു എല്ലാ ജില്ലകളിലും ഏറ്റവും നമ്പർ 1 ആയിട്ട് വയ്ക്കുന്നു. അതിന്റെ ഒരു നല്ലൊരു ഭാഗം, ഒരു മേജർ ഭാഗം ക്രെഡിറ്റും നമുക്ക് സുമേഷ് തന്നെ കൊടുക്കാവുന്നതാണ്. കാരണം ആ രീതിക്കാണ് ആ ചാകര്യം. അതായത് പിന്നെ സരസ്വതി ദേവി നാട്ടിന്റെ തുമ്പിൽ വിളയാടുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. അത് നമ്മളെ ഇതിലേക്ക് ചേർന്നല്ല പറയുന്നത്, കാര്യങ്ങൾ പറഞ്ഞാൽ കൊണ്ടെത്തിക്കുന്നുള്ളതാണ് കണ്ണിങ് ഫലം. പക്ഷേ അപ്പൊ അതങ്ങനെയാണ്. അപ്പോൾ KSFE സംബന്ധിച്ച് ഇപ്പൊ സാറ് എല്ലാ കാര്യവും ഏതാണ്ട് ഇപ്പൊ ടച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. KSFE ഇപ്പോഴും ഇങ്ങനെ ഒരു കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചത് നമ്മൾ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ ശരിക്കും ചിട്ടിയിൽ ചേരാൻ താല്പര്യമുള്ള, ചിട്ടിയിൽ ചേർന്ന് ആ പൈസ കൊണ്ട് പലിശക്ക് എടുക്കാതെ സാറ് പറഞ്ഞ പോലെ വലിയ ലോണൊന്നും എടുത്ത് പലിശക്ക് എടുക്കാതെ പൈസ നമ്മൾ കുറേശ്ശെ ചിട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് തുക കിട്ടുമ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം വരുമ്പോഴേക്കും അത് നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ എനിക്കത് അനുഭവമാണ്. കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും KSFE തുടങ്ങാനിരിക്കുകയാണ്. തുടങ്ങണം എന്ന വിവരം അറിയുകയും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നപോലെ എനിക്കൊരു സൗകര്യമുണ്ട് എന്ന്, ഇതുപോലെ ലാൻഡുണ്ട്, കെട്ടിടം വെച്ച് തരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കുകയും അതിന് അവർ മറുപടി തരികയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ അന്നിരുന്ന AGM-ഉം പിന്നെ രാധാകൃഷ്ണ സാർ, ഇപ്പോൾ സാറോടെ തൃശ്ശൂരാണ്. അദ്ദേഹം എനിക്ക് വേണ്ട പരമാവധിയുള്ള എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തരികയും അതുമായി അത് നിങ്ങളുടെ അധിക ഭാഗത്തുകൊണ്ട് അത് എന്താണ് കാര്യം അറിയത്തില്ല. അതുകൊണ്ട് ഉദ്ഘാടനം നടക്കാത്തതിന്റെ വലിയ പോരായ്മയുണ്ട്. നിലവിൽ എനിക്കിവിടെ ചിട്ടിയുള്ള ആളല്ല. കാര്യം നിരവധി നമ്മുടെ സർവീസുള്ള കാലത്ത് ചിട്ടി ധാരാളം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രധാന നമ്മുടെ സേവിങ്സും ചിട്ടി 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഉള്ള 10 ഇപ്പോഴാണ്.
അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ മറ്റ് കേസുകളിലും ആദ്യം തെറ്റൊക്കെ പറഞ്ഞ സ്ഥാപനമാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ളതാണ്. ഇത് വളരാൻ വേണ്ടിയിട്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രവർത്തനം